ബോർഡ് ഓഫ് സ്റ്റഡീസ് പുനഃസംഘടനാ പട്ടിക തിരിച്ചയച്ച സിൻഡിക്കേറ്റ് നിലപാട് തള്ളി MG സർവകലാശാല വൈസ് ചാൻസലർ D. മാവൂത്ത്. ഗവർണർ നടത്തിയ പുനഃസംഘടന അംഗീകരിച്ച് വൈസ് ചാൻസലർ ഉത്തരവിറക്കി. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നു ടോബി ജോൺസൺ. ടോബി, നേരത്തെ തന്നെ എതിർപ്പുകൾ ഈ MG സർവകലാശാല VC നിയമനത്തിൽ തന്നെ എതിർപ്പുകൾ പലർക്കും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഈ സിൻഡിക്കേറ്റ് നിലപാട് തള്ളി ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ പുനഃസംഘടനാ പട്ടിക അത് ആ സിൻഡിക്കേറ്റിൻ്റെ എതിർപ്പ് തള്ളിയിരിക്കുകയാണ് MG സർവകലാശാല വൈസ് ചാൻസലർ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, തീർച്ചയായിട്ടും ഒന്നിനു പുറകെ ഒന്നൊന്നായി ഇത്തരത്തിലുള്ള വിവാദങ്ങൾ സർവകലാശാലയിൽ നിന്നും വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഈ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ പുനഃസംഘടനയാണ്. 54 ബോർഡുകളാണുള്ളത്. അതിലേക്ക് ചെയർമാനെയും അതുപോലെ തന്നെ അംഗങ്ങളെയും നിയോഗിക്കേണ്ടത് അല്ലെങ്കിൽ നാമനിർദ്ദേശം ചെയ്യേണ്ടത് ചാൻസലറായിട്ടുള്ള ഗവർണർക്ക് തന്നെയാണ് അതിൻ്റെ ഒരു പവർ ഉള്ളത്, അധികാരമുള്ളത്. പക്ഷേ ഒരു കീഴ്വഴക്കം എന്നുള്ള നിലയിൽ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റ് അംഗങ്ങളും കൂടി ചേർന്ന ഒരു പട്ടിക, അതായത് ഈ കൃത്യമായിട്ടുള്ള ഈ വിദഗ്ധരെ കുറിച്ചുള്ള വിവരം ഈ ചാൻസലർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു കീഴ്വഴക്കം എന്ന നിലയിൽ ഒരു ലിസ്റ്റ്, ഒരു പട്ടിക ചാൻസലർക്ക് നൽകുകയാണ്. അത് ചാൻസലർ അംഗീകാരത്തിന് വേണ്ടി സിൻഡിക്കേറ്റ് നൽകും. അങ്ങനെ അത് അംഗീകാരം നൽകുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തവണ കൊടുത്ത ആ പട്ടികയിൽ തിരുത്തൽ വരുത്തി ഗവർണർ ചില ആളുകളെ അതിൽ ഉൾക്കൊള്ളിച്ചാണ് ആ പട്ടിക അയച്ചത്. അത് 2 തവണ സിൻഡിക്കേറ്റ് തള്ളുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വൈസ് ചാൻസലർ അത് അംഗീകരിക്കുന്നു. അത് ആ തള്ളിയ നടപടി അത് അംഗീകരിച്ചുകൊണ്ട് അത് സിൻഡിക്കേറ്റിന് അങ്ങനെ തള്ളാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാൻസലർ നൽകിയ ആ പട്ടിക അംഗീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതൊരു വലിയ വിവാദമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സെനറ്റിലേക്ക് 19 പേരെ കൊണ്ടുവന്നതിൽ സംഘപരിവാർ പശ്ചാത്തലമുള്ളവരാണെന്നുള്ള ഒരു ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു. അതിന് സമാനമായ രീതിയിൽ ഈ ബോർഡ് ഓഫ് സ്റ്റഡീസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾക്കും മതിയായ യോഗ്യതയില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇടത് സംഘടനയിൽപ്പെട്ടവർ പറയുന്നത്. കാരണം വെറും PhD മാത്രമുള്ളവരെ ചെയർമാനാക്കി മാറ്റുന്നു. അത്തരത്തിലുള്ള, അതായത് വകുപ്പ് മേധാവികളെയാണ് ഈ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ വിവിധ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത്. അവിടേക്ക് യോഗ്യതയില്ലാത്തവരെ കൊണ്ടുവരുന്നു എന്നുള്ള ആക്ഷേപമാണ്. ഒപ്പം തന്നെ ഈ സംഘപരിവാർ സംഘടനകളുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് പലരും എന്നുള്ള ഒരു ആക്ഷേപവും കൂടി സമാനമായ രീതിയിൽ സെനറ്റ് പുനഃസംഘടിച്ചപ്പോൾ ഉണ്ടായ അതേ രീതിയിൽ തന്നെയുള്ള ആക്ഷേപവും ഉയർന്നു വരികയാണ്. എന്തായാലും VC നിയമനത്തിലടക്കം വിവാദങ്ങളാണ്. സംഘപരിവാർ ഇതിലുള്ള വ്യക്തിയാണ്, ബന്ധമുള്ള വ്യക്തിയാണെന്നുള്ള ആക്ഷേപം വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സെനറ്റിലും ബോർഡ് ഓഫ് സ്റ്റഡീസിലും സമാനമായ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.